ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റുമായ നമ്മുടെ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. ഇനി ഇത് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിനായി നമ്മൾ 5 മണിക്കൂർ കുതിർത്തിയെടുത്ത പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയാക്കി അത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിയും ഞുറുക്കിയെടുത്ത പഴവും ശർക്കര പാനിയും, 1 സ്പൂണ് ചെറിയ ജീരകവും കുറച്ച് ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞ അരി എടുത്തതും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ഒന്ന് തണുത്ത് വരുമ്പം അതും കൂടി ചേർക്കാം. ലേശം ഉപ്പും ചേർത്ത് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓരോ സ്പൂണ് നെയ്യ് ഒഴിച്ച് ബാക്കി വെളിച്ചെണ്ണയും ചേർത്ത് വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിം ആക്കി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഉണ്ണിയപ്പത്തിൽ കൂടുതൽ എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. അരച്ച് വെച്ച മാവ് ഒരു 4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം വെന്ത് വന്ന ഉണ്ണിയപ്പം നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.